എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു ചിക്കൻ കറിയായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. മുളക് പൊടി ഒന്നും തീരെ ചേർക്കാതെ വറ്റൽ മുളക് അരച്ചെടുത്ത് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി. അപ്പൊ ഈ സ്വാദിഷ്ടമായ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 750 ഗ്രാം ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാനൊരു പേസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഒരു 10 വറ്റൽമുളക് ഞാൻ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ് കുറച്ച് സമയം. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അരയ്ക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 20 അല്ലി വെളുത്തുള്ളി, ഈ ഒരു വലിപ്പം വരുന്ന ഇഞ്ചി നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടി കുറച്ച് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വറ്റൽമുളക് കുതിർത്ത് വെച്ചിരുന്ന ആ വെള്ളം കുറച്ചെടുത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കനിലോട്ട് അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് അരപ്പ് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഞാനൊരു 1/2 കപ്പ് ചെറിയുള്ളി ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് വെച്ച് ഒരു 1/2 കപ്പ് വരുന്നുണ്ട് അരിഞ്ഞ് വെച്ചപ്പം. ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ്. നമ്മുടെ അരപ്പിൻ്റെ കൂടെ ചേർത്താൽ ചിലപ്പം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഉപ്പ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പ് ഈ ചിക്കനിൽ പിടിക്കാൻ മാത്രമുള്ള ഒരു ഉപ്പ്, ഗ്രേവിക്ക് വേണ്ടത് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഓയിലിൻ്റെ കൂടെ നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു 5 ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഒരു 3 ഏലക്ക, ഒരു ചെറിയ കഷ്ണം സിനമൺ, വളരെ കുറച്ച് പെരുംജീരകം, ഇത്രയും ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും ചേർത്തതിന് ശേഷം ഇതൊന്ന് മൂത്ത് വരുമ്പം നമുക്കിതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം ഞാനിതിലോട്ട് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു 3 അത്യാവശ്യം വലിയ സവാള നീളത്തിൽ അരിഞ്ഞതാണ്. ഇതിൻ്റെ കൂടെ ഒരു 3 തക്കാളി നീളത്തിൽ അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതിപ്പോൾ തക്കാളി അതുപോലെ തന്നെ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. മിക്സായി വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം.
ഇപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ വെന്ത് വരാനൊക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം, കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കനിൽ കുറച്ച് വെള്ളം വരും. ഇത്രയും വെള്ളം ചേർത്തു. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇതിപ്പോൾ ചിക്കൻ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ച് ഒരു സിം ടു മീഡിയത്തിൽ വെച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചാറൊക്കെ വറ്റി പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ്. അര ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നു. ഇത്രയും ചേർത്തു. ഇതിപ്പം ഗ്രേവി എല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് പാലെടുത്ത് വെച്ചതാണ്. ഏകദേശം 1/4 മുതൽ 1 കപ്പ് വരെ തേങ്ങാപ്പാലുണ്ട്. എടുക്കാം. ഏകദേശം 1/4 മുതൽ 1 കപ്പ് വരെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതൊന്നും കൂടി ഒന്ന് തിളച്ച് വരണം. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു സെർവിങ് ഡിഷിലോട്ട് അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ഗീ റൈസിന്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.